വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ കുറ്റാരോപിതരായ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ ട്രഷറർ KK ഗോപിനാഥ്, IC ബാലകൃഷ്ണൻ MLA എന്നിവർക്കെതിരായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിട്ടുണ്ടെങ്കിലും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ മറ്റ് നിയമ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പേരുടെ ആത്മഹത്യ, അതിനുള്ള പ്രേരണ എന്നതിനൊപ്പം സഹകരണ മേഖലയെ ഉപയോഗിച്ച് കോൺഗ്രസ് നടത്തുന്ന വൻ തോതിലുള്ള അഴിമതിയും വായ്പയുടെ പേരിലുള്ള തട്ടിപ്പുകളുമാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക് ഭരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും നേതാക്കളും നടത്തിയ തട്ടിപ്പിന്റെ ഫലമായി ഏറ്റെടുക്കേണ്ടി വന്ന വൻ സാമ്പത്തിക ബാധ്യതയാണ് തന്റെയും മകന്റെയും ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള സൂചന നൽകുന്ന വിജയന്റെ കത്തുകൾ പുറത്തു വന്നിരുന്നു. അതനുസരിച്ച് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നിയമനത്തിന്റെയും വായ്പകളുടെയും പേരിൽ നടന്നിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് വെളിപ്പെട്ടത്. ബത്തേരി അർബൻ ബാങ്കിന്റെ പേരിൽ നടന്ന നിയമന കോഴ സംബന്ധിച്ചും മറ്റുള്ള സൂചനകളാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നത്. ബാങ്ക് ഭരണം പിടിച്ചെടുക്കുന്നതിന് എന്ന പേരിൽ കോഴയിലൂടെ പണം സമാഹരിക്കുകയും നിയമനം നടക്കാതെ വന്നപ്പോൾ പണം തിരികെ നൽകാൻ നേതാക്കൾ സന്നദ്ധരാകാത്തതിനാൽ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്തതിന്റെ പേരിലാണ് ആത്മഹത്യ എന്നായിരുന്നു കത്തിൽ ഉണ്ടായിരുന്നത്. ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെടുന്ന വെളിപ്പെടുത്തലുകൾ മറ്റു ചില കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതനുസരിച്ചാണെങ്കിൽ ബത്തേരി ബാങ്കിൽ മാത്രം ദശലക്ഷക്കണക്കിന് രൂപയുടെ കോഴയും മറ്റ് ക്രമക്കേടുകളുമാണ് നടന്നിട്ടുള്ളത്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും അഴിമതി ആരോപണത്തിന്റെ വെളിച്ചത്തിൽ വിജിലൻസും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം വെളിപ്പെടുത്തലുകളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള വിവിധ ബാങ്കുകൾക്കെതിരെ സഹകരണ വകുപ്പ് അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിലെ 5 സഹകരണ ബാങ്കുകളിൽ വൻതോതിൽ തട്ടിപ്പ് നടന്നതായി ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി സഹകരണ അർബൻ ബാങ്ക്, സർവീസ് സഹകരണ ബാങ്ക്, പൂത്താടി, മടക്കിമല സർവീസ് സഹകരണ ബാങ്കുകൾ, ബത്തേരി സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് എന്നിവിടങ്ങളിലാണ് നിയമനത്തിൽ സാമ്പത്തിക അഴിമതി നടന്നതായി പരാതികളുള്ളത്. വകുപ്പിലെ വിവിധ പ്രാഥമിക പരിശോധനയിൽ ക്രമക്കേട് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വിശദ അന്വേഷണത്തിന് നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. നിയമനത്തിനായി കോഴ വാങ്ങിയെന്ന പേരിൽ ഓരോ ദിവസവും പുതിയ പരാതികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരി ബാങ്കിൽ മകന് ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയെന്ന് നെന്മേനി താമരച്ചാലിൽ ഐസക് കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. UK പ്രേമൻ, NM വിജയൻ എന്നിവർ IC ബാലകൃഷ്ണന്റെയും PV ബാലചന്ദ്രന്റെയും അറിവോടെ 10 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ഐസക്കിന്റെ പരാതിയിലുള്ളത്. മറ്റൊരു ബാങ്കിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞാണ് 2013 5 ലക്ഷം രൂപ വാങ്ങിയത്. ഇത് ലഭിക്കാതിരുന്നപ്പോൾ പ്രശ്നമാക്കിയപ്പോൾ 5 ലക്ഷം കൂടി നൽകിയാൽ ബത്തേരി ബാങ്കിൽ ജോലി നൽകാമെന്ന് പറയുകയും തുക വാങ്ങുകയുമായിരുന്നു എന്ന് ഐസക്കിന്റെ പരാതിയിലുണ്ട്. 2013 കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഘട്ടമായിരുന്നു. അതിനർത്ഥം തങ്ങളുടെ ഭരണപരിധിയിലുള്ള എല്ലാ അവസരങ്ങളും അഴിമതിക്കായി ഉപയോഗിച്ചു എന്നത് തന്നെയാണ്. നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും പക്ഷപാതിത്വങ്ങൾ ഇല്ലാതാക്കുന്നതിനുമായി നമ്മുടെ നാട്ടിൽ സഹകരണ ബാങ്ക് നിയമനത്തിന് പ്രത്യേക ബോർഡുകളും സംവിധാനങ്ങളും നിലവിലുണ്ട്. അർഹരായ എല്ലാവർക്കും നിയമന പ്രക്രിയയിൽ അവസരം നൽകുന്നതിനുള്ള സൗകര്യങ്ങളുമുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് വയനാട്ടിൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിയമനത്തിൽ അഴിമതി നടന്നതായി വെളിപ്പെടുത്തലും അന്വേഷണവും ആരംഭിച്ചിട്ടുള്ളത്. നിലവിലുള്ള സംവിധാനങ്ങളെ പോലും നോക്കുകുത്തിയാക്കിയിട്ടാണ് നിയമനങ്ങൾ നടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസിന്റെ പൊതു സ്വഭാവത്തിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് വയനാട്ടിൽ നിന്നും വെളിപ്പെട്ടിരിക്കുന്നത്. എന്തിലും ഏതിലും അഴിമതി നടത്തുക എന്നുള്ള തങ്ങളുടെ സ്ഥിരം ശൈലിയുടെ ഭാഗമായാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേക സാഹചര്യത്തിൽ NM വിജയന്റെ ആത്മഹത്യയെ തുടർന്ന് അതിൽ ചിലത് പുറത്തു വരാനിടയായി എന്നത് മാത്രമാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇത് വയനാട്ടിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കണ്ണൂര്, പയ്യന്നൂര്, കോഴിക്കോടും ഒക്കെ സമാന ആരോപണം ഉയരുകയുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ഭരണം കൈയാളുന്ന എല്ലാ സഹകരണ സ്ഥാപനങ്ങളിലെയും നിയമനങ്ങൾക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് നല്ലത് തന്നെയായിരിക്കും.